പാട്ടുകൾ ഇഷ്ടമല്ലേ? അന്നാണ് ആണ്. ഇത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ പുറകിലൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എഴുതിയ ആള് ഇതിൻ്റെ ഒരു തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ട അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ പലപ്പോഴും പേര് മറന്നു പോവും, പറയാൻ മറന്നു പോവും. അത് ചെയ്യരുത് ഞാൻ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഒരിക്കലും അങ്ങനെ തെറ്റ് പറ്റരുത് എന്നുള്ളത്. പക്ഷെ ഇതാണ് വാസ്തവം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എത്രയോ തവണ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ജിതേഷ് കക്കടിപ്പുറം എന്നാണ് അത് എഴുതിയിട്ടുള്ള രചയിതാവിൻ്റെ പേര്. ഈ പാട്ട് ഇങ്ങനെ പാടാം നോക്കട്ടെ. സ്ഥിരമുള്ള സാധനം പറയേണ്ട രഞ്ജു, വേറെ എന്തെങ്കിലും പറഞ്ഞു, രണ്ട് സൈഡായിട്ട് തിരിച്ച് ഞങ്ങൾ എപ്പോഴും പറയുക, രണ്ട് സൈഡായിട്ട് കോമ്പറ്റീഷൻ പോലെ. അതിനുള്ള സ്ഥലമല്ല തോന്നുന്നത്. നിങ്ങൾ വൻ ഒത്തൊരുമയിലായിരിക്കുന്നത്. എന്നാലും ഞാൻ ഈ സൈഡ് എടുക്കുകയാണ്, രഞ്ജു ആ സൈഡ് എടുക്കുകയാണ്. ഒരു ഹമ്മിങ് ഒന്ന് തിരിച്ച് പാടുക. ഇവിടെ ആക്ച്വലി ഇവിടെ ആളിന്റെ എണ്ണം കൂടുതലാണ് കേട്ടോ. ബാക്കിൽ വരെ ആൾക്കാരുണ്ട്, അത്രയും പേരുണ്ട്. പക്ഷെ നമ്മള് പ്രൂവ് ചെയ്യും, നമ്പറിലൊന്നും അല്ല കാര്യം, ആത്മാർത്ഥതയിലാണ്. ഏറ്റവും ഒച്ചത്തിൽ എനർജിയോടെ പാടണോടാ. പാടിയ സമ്മാനമുണ്ട്. നമ്മളൊരു ബാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാറിൽ നിന്ന് അടിക്കാനില്ല കേട്ടോ, ഒരു ബാറാണ് മറ്റേ. എണീക്കൊക്കെ ചെയ്തോ? ഷോ ഈ ഫോർമൽസ് ഇട്ടിട്ട് വളരെ ചെറുതായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര അസൂയാണ് അങ്ങനെയുള്ള ആളുകളോട്. ഇങ്ങനെ എത്ര നേരം അങ്ങനെ ഇരിക്കുക, കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട്. കൺട്രോളിലൊന്നും കുടുങ്ങിയില്ലേ? പാടണം. അടിപൊളി. ശക്തിപൂർവ്വം തന്നാലും സാരില്ല പോട്ടെ. ഒരുമിച്ച് പാടാം. വെറുതെ ഒന്ന് നോക്കട്ടെ കേട്ടോ, ഇതെന്താ ഇവിടുത്തെ അവസ്ഥ. ഞാൻ പാടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഉണ്ടോ നോക്കാലോ. അടിപൊളി. നിങ്ങൾ ഓർഗനൈസേഴ്സ് വരില്ലേ അവിടെ? ഒന്നും കൂടെ ഒരു സിൻസിയർ എഫേർട്ട് നിങ്ങൾ ഉള്ളതല്ലേ. വൺ ഫൈനൽ ടൈം. എല്ലാവരും കൂടെ ഒരുമിച്ച് പാടാല. 1 2 3 everybody.